പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമാതവരോടൊപ്പം മുസ്ലിം പെൺകുട്ടികൾ അഴിഞ്ഞാടിയ രംഗം കേരളത്തിൽ മുഴുവനും വൈറലായില്ലയോ? നാണമില്ലയോ മുസ്ലിം സഹോദരിമാരെ? നാണമില്ലയോ മുസ്ലിം സഹോദരങ്ങളെ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, സഹോദരിമാര് അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണോ? ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ പിറകെ നിങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളുടെ ശരീരം പണയം വെക്കുകയാണോ? പണയം വെക്കുകയാണോ? സ്വന്തം സഹോദരിമാര് അവരുടെ സെൽഫി എടുത്തുകൊണ്ട് ഫോട്ടോ ഇടുന്നതിന് പകരം, അവരുടെ സെൽഫി എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഒരു സിനിമാ നടന്റെ കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് സെൽഫി എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ട്വിറ്ററിലും ഒക്കെ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത തരങ്ങളിലേക്ക് ഈ ലോകം മാറിയില്ലയോ? തസ്ലീമ എന്ന് പറയുന്നതാകുന്ന മുസ്ലിം നാമധാരിയായ പെൺകുട്ടിയോട് ഉമ്മർ മുസ്താദ് തുറന്നടിച്ച് പറയുകയാണ്, ബംഗ്ലാദേശി എഴുത്തുകാരിയാകട്ടെ, ഏത് പെൺകുട്ടിയാകട്ടെ, അള്ളാന്റെ ദീനിനെതിരെ മോശപ്പെട്ട വർത്തമാനം പറയുന്നതായ ഏത് സഹോദരിയാണോ, ഏത് സഹോദരനോ ഉണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ കാന ലിമുഅ്മിന വലാ മുഅ്മിനതി ഇദാ ഖദല്ലാഹു വറസൂലുഹു. അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം തീരുമാനമെടുത്താൽ അതിൽ പിന്നീട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരു വഖത്തായി ചുരുക്കണേ എന്ന് സ്വയം തീരുമാനം പറയൽ ഒരു മുഅ്മിനായ മനുഷ്യനോ ഒരു മുഅ്മിനത്തായ സഹോദരിയോ പാടില്ല, പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കരുത്. ഹബീബായ നബി തങ്ങളുടെ വചനങ്ങളെ തൃണവൽക്കരിക്കരുത്, തൃണവൽക്കരിക്കരുത്. നമസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള വാദമല്ല, നമസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള വാദമല്ല. 5 വഖത്ത് നമസ്കാരങ്ങൾ പൊളിച്ചടക്കിയിട്ട് ഒരു വഖത്തായി മാറ്റണമെന്നുള്ളതായ ആ പെൺകുട്ടിയുടെ നിർദ്ദേശം ഒരു വഖത്ത് വന്നു കഴിഞ്ഞാലും പള്ളിയിൽ കയറിയിട്ടില്ലെങ്കിൽ വീടിന്റെ അകത്തളങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം ഈ നാട്ടിൽ നിന്ന് തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്നുള്ള ആശയമാണ്. നടക്കില്ല, നടക്കില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ളതായ സർവ്വസുന്ദരമായ പാങ്കരി കർണപുടത്തിലെ കരയൊലി കൊള്ളുന്ന കാലത്തോളം നമസ്കാരം 5 വഖത്ത് നമസ്കരിക്കുമേ, നമസ്കരിക്കുമേ. ഇന്ന സലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ